ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഒരു ബ്രെഡ് സാൻഡ്വിച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിന് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനാബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇനി നമുക്ക് സാൻഡ്വിച്ചിനകത്ത് വെക്കുന്ന ഫില്ലിങ്സ് റെഡിയാക്കാം. അതിനുവേണ്ടി തക്കാളിക്ക റൗണ്ട് ഷേപ്പിൽ മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ക്യാരറ്റ് സ്ലൈസ് ആക്കി വെച്ചിരിക്കുന്നതാണ്. ക്യാരറ്റ് നടുക്കൂടെ കീറി ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നു. വലിയൊരു സവാള റിങ്ങാക്കി അടർത്തിയെടുത്തിരിക്കുന്നു, അരിഞ്ഞടർത്തിയെടുത്തിരിക്കുന്നു. പിന്നെ ചെറിയൊരു പച്ചമുളക് അരിഞ്ഞു വെച്ചിരിക്കുന്നു. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇട്ടു. പിന്നെ തക്കാളിക്ക് അതിനകത്ത് ഇട്ട് കൊടുത്തു. പിന്നീട് ക്യാരറ്റ് ഇട്ട് കൊടുത്തു, സവാള ഇട്ട് കൊടുത്തു, ക്യാപ്സിക്കം ഇട്ട് കൊടുത്തു, പിന്നെ പച്ചമുളക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇനിയും കുറച്ച് കുരുമുളക് പൊടി ഒന്ന് വിതറി ഒന്ന് 2-3 മിനിറ്റത്തേക്ക് ഒന്ന് പാകപ്പെടുത്തിയെടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി എടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇതൊന്ന് മാറ്റിവെക്കാം. വേറൊരു പാത്രത്തിലിട്ട് ഞാൻ ഈ ഫില്ലിങ്സ് മാറ്റിവെച്ചു. ഇനി നമുക്ക് ബ്രെഡ് ശരിയാക്കാം. ബ്രെഡ് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരു കോഴിമുട്ടയോ എന്തെങ്കിലും ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് ബ്രെഡ് ഒന്ന് അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് മുക്കിയെടുത്ത് ഒരു ദോശക്കല്ലോ ഫ്രൈ പാനോ എന്തെങ്കിലും വെച്ച് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പുറം ഇപ്പുറം ഒക്കെ ഒന്ന് തിരിച്ചു മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇതുപോലെ ബാക്കി ബ്രെഡുകളും ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇത് ഫില്ല് ചെയ്യാം. അതിനൊരു ബ്രെഡ് എടുത്തു. ആ ബ്രെഡിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഫില്ലിങ് വെക്കുക. കൂടുതലോ കുറവോ എത്രയാണോ നമ്മുടെ ആവശ്യം അത്രയും ഫില്ലിങ് അതിനകത്ത് റെഡിയാക്കുക. അതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കണം. ടൊമാറ്റോ സോസ് ഞാൻ വീട്ടിലുണ്ടാക്കി എടുത്തതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങളതൊന്ന് കയറി നോക്കുക. ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് ഞാൻ ഒരു സ്ലൈസ് ചീസ് വെച്ചു. ഒരു ചീസിൻ്റെ സ്ലൈസ് അങ്ങോട്ട് വെച്ചു. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് വെച്ചത്. ഇനി അതിൻ്റെ മുകളിലേക്ക് അടുത്തൊരു ബ്രെഡോടെ വെക്കുക. അതാണ്ട് നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡിയായി കിട്ടിയിരിക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് വിശക്കുമ്പോൾ പെട്ടെന്നൊന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രെഡ് സാൻഡ്വിച്ചാണിത്. എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഈ റെസിപ്പി. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്